പുൽഗാവ് ഓർഡിനൻസ് ഫാക്ടറിയിലുണ്ടായ സ്ഫോടനത്തിൽ വീരമൃത്യു വരിച്ച കാർത്തികപ്പള്ളി സ്വദേശിയായ ധീരജവാൻ മേജർ മനോജ് കുമാറിന്റെ പിതാവ് കൃഷ്ണന്റെ 80ാം ജന്മദിനം സൈനിക അർദ്ധസൈനിക കൂട്ടായ്മയായ ഗാർഡിയൻസ് ഓഫ് ദി നേഷന്റെ നേതൃത്വത്തിൽ ആഘോഷിച്ചു. രാജ്യം വിശിഷ്ട സേനാ മെഡൽ നൽകി ആദരിച്ച സൈനികനായിരുന്നു മനോജ് കുമാർ. മഹാരാഷ്ട്രയിലെ പുൽഗാവ് ഓർഡിനൻസ് ഫാക്ടറിയിലുണ്ടായ സ്ഫോടനത്തിൽ രാജ്യത്തിനു വേണ്ടി വീരമൃത്യു വരിച്ച ധീരയോദ്ധാവ് മേജർ മനോജ് കുമാറിന്റെ പിതാവ് കൃഷ്ണന്റെ 80ാം ജന്മദിനം സൈനിക അർദ്ധസൈനിക കൂട്ടായ്മയായ ഗാർഡിയൻസ് ഓഫ് ദ നേഷന്റെ നേതൃത്വത്തിൽ ആഘോഷിച്ചു. മുൻ ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ അംഗം കൂടിയായ കാർത്തികപ്പള്ളി സൈനിക അങ്കണത്തിൽ കൃഷ്ണന്റെ 80ാം ജന്മദിനമാണ് ഗാർഡിയൻസ് ഓഫ് ദ നേഷൻ അംഗങ്ങൾ ആഘോഷമാക്കിയത്. സംഘടനയുടെ രക്ഷാധികാരി ലഫ്റ്റനന്റ് എസ് കെ പിള്ള, മോഹനൻ ചിങ്ങോലി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്ന് എൻ്റെ 80ാമത്തെ പിറന്നാളാണ്. ഇതുവരെ അങ്ങനെ ഒരു പരിപാടി ഞങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്ക് താമസിക്കുമ്പോഴും ഇല്ല, കൂട്ടത്തോടെ താമസിക്കുമ്പോഴും മക്കളുള്ളപ്പോഴും അങ്ങനെ ഒരു ബർത്ത്ഡേ എൻ്റേത് ആഘോഷിക്കുന്ന ഒരു പരിപാടി ഇല്ല. ഏറിയ പങ്കും മക്കളുടേതും അങ്ങനെ അത് തന്നെ ആയിരുന്നു. അപ്പോൾ ഈ 80ാമത്തെ പിറന്നാൾ എങ്ങനെ എൻ്റെ മനസ്സിൽ തോന്നി, ഇത് ഒന്ന് മക്കളില്ലാത്ത കൂടെ ഇല്ലാഞ്ഞിട്ടാണോ അങ്ങനെ തോന്നിയെന്ന് ചിലപ്പോൾ ഒരു പക്ഷേ ഇതുണ്ടാവാം. ഇവിടുത്തെ നാട്ടുകാരൊക്കെ ചോദിച്ചു, ഇത് ഈ ഭക്ഷണം ആരാ ചെയ്ത്, നന്നായിട്ടുണ്ട്. പിന്നെ പുള്ളിക്കാരനോട് പറഞ്ഞു, എൻ്റെതാണ് ആളൊരു സഹാവാണ്. പറഞ്ഞു, എന്നാണ് സഹാവ, എനിക്ക് ഒരാഗ്രഹമുണ്ട്, അതിന് ഞാനവിടെ എത്തിക്കാം, എത്ര വേണമെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അതേമാതിരി 12 ആയപ്പോൾ പുള്ളി ഭക്ഷണമൊക്കെ എത്തിച്ച്, എനിക്ക് ഈ വീട് മരിക്കുന്നവരെ ഈ വീട്ടിൽ മരിക്കണം ആഗ്രഹമല്ലേ. അപ്പോൾ അങ്ങനെ സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, ആർക്കെല്ലാം എന്തെല്ലാം അങ്ങനെയൊക്കെ പറ്റുന്നതെന്ന് പറയില്ലല്ലോ. അപ്പം എൻ്റെ ആഗ്രഹം, എൻ്റെ ജീവൻ ഇതിൽ തുടർന്ന് എനിക്ക് തരക്കേടില്ലാത്തൊരു വീടൊക്കെ ഉണ്ടായിരുന്നു ചിങ്ങൂരിൽ. അത് പല കാരണങ്ങളാൽ അത് കണ്ടമാനം ഇല്ലാത്ത ഒരു ജീവിതമാണ്. എങ്കിലും എനിക്ക് ആ വീട് നഷ്ടപ്പെട്ടതിൽ പക്ഷേ ഇത് കേരള ഗവൺമെൻറ് മാനോടുള്ള ബഹുമാനാർത്ഥം കേരള ഗവൺമെൻറ് 2016 അനുവദിച്ചെങ്കിലും 2019 എനിക്ക് വീട് ഫങ്ഷനായി കിട്ടിയത്. കാരണം അത്രമാത്രം നൂലാമാലകളായിരുന്നു. അന്ന് ഞാൻ തിരുവനന്തപുരത്ത് താമസിച്ചിരുന്നതുകൊണ്ട് സെക്രട്ടേറിയറ്റിൽ നിരന്തരം കയറി ഇറങ്ങി ഇതെല്ലാം ആയി. അപ്പം അങ്ങനെയാണ് നിങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് എനിക്ക് വലിയ സന്തോഷമായി. മകനില്ലാത്ത വിഷമം അതൊരിക്കലും എനിക്ക് മനസ്സിൽ നിന്ന് പോവില്ല. എങ്കിലും നിങ്ങളൊക്കെ കൂട്ടത്തിലുള്ളത് കൊണ്ട് എനിക്ക് എന്ത് കാര്യത്തിനും സുരേഷ് ഞാനുമായിട്ട് എപ്പോഴും വർത്തമാനം പറയും, ഫോണിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ വിളിക്കും എന്നെ. അപ്പോൾ ആ വിഷമം മക്കളെന്ന് പറയാൻ മക്കൾ തന്നെയല്ലേ, അതിനൊരു തിരിച്ചറിവില്ലാവില്ലല്ലോ. അപ്പോൾ ആ ഒരു വിഷമം ഉണ്ട്. CDNet ന്യൂസ്, കായംകുളം.